അസ്സലാമു അലൈക്കും. ഇന്നലെ രാത്രി 9:30-10 മണിയായപ്പോൾ ഇളയ പെങ്ങളെ വീട്ടിൻ്റെ അവിടെ ഒരു പാമ്പിനെ പത്തിക്കാരനെ കണ്ടു. അങ്ങനെ നമ്മൾ ഷാജി കാക്കയെ പാങ്ങോട് വിളിച്ചു. അപ്പോൾ ഷാജി കാക്ക പാങ്ങോട് ഒരു പൂച്ച കിണറ്റി വീണെന്ന് പറഞ്ഞ് പൂച്ചയെ പിടിക്കാനായിട്ട് നിൽക്കുകയാണെന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ പൂച്ചയെ പോയി പിടിച്ച്, പക്ഷേ നല്ലൊരു കടി കൈ കിട്ടി കിണറ്റി ഇറങ്ങി പിടിച്ചപ്പോൾ. അപ്പോൾ തീറ്റി എടുക്കാനായിട്ട് പോകാൻ നേരത്താണ് ഒരുങ്ങിയപ്പോഴാണ് നമ്മുടെ വിളി വരുന്നത്. അങ്ങനെ ഷായി കാക്ക ഓടി അവിടെ വന്ന്, നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മളാളിയിൽ നെല്ലിക്കാട്ടി നസീർ എന്ന് വേണ്ട ഒരുപാട് സുഹൃത്തുക്കൾ, ചുരുക്കം പറഞ്ഞാൽ പാലം നിസാമ് വരെ എത്തി. രാത്രി 1 മണി വരെ ഈ പാമ്പിനെ തപ്പിയുള്ള പരിപാടി. ഒരു പാമ്പ് പെങ്ങളെ വീട്ടിൻ്റെ അവിടെയും, പിന്നെ സലീമാകര തൊട്ട് മേലത്തെ വീട്ടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അവിടെ ചുരുട്ട ചങ്കോരൻ പാമ്പാണ്. അത് വെളിയിലിറങ്ങി വരുന്നുണ്ട്. അത് ബേസ്മെൻറ്റിൻ്റെ അടിയിലാണ് ഒരു കല്ലിൻ്റെ ഇതിൽ കയറിപ്പോയത്. നമ്മൾ മാക്സിമം പരിശ്രമിച്ച്, പക്ഷേ ഇതിനെ വെള്ളമൊക്കെ ഒഴിച്ചു നോക്കി. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നല്ല ഒരുപാട് നേരം കാത്തിരുന്ന് ഇതിപ്പോൾ ഇറങ്ങും. കുറേ നേരമൊക്കെ എന്താ പറയുക, ഇറങ്ങി വരും, വീണ്ടും കയറിപ്പോകും. അങ്ങനെ ഒരുപാട് നേരമൊക്കെ കാത്തിരുന്ന് ലാസ്റ്റിൽ നമ്മളൊരു കട്ടൻ ചായ ഇട്ട് തന്ന് അതൊക്കെ കുടിച്ചിട്ടൊക്കെ നമ്മൾ കാത്തിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല രസം മക്കളെ. ഈ പെങ്ങളെ വീട്ടിൻ്റെ അവിടെ കണ്ട പാമ്പെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം മൂർഖം പാമ്പാണ്. എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്നു. കണ്ടോ മക്കളെ, പാമ്പിനെ കണ്ടോ? ഓ അതല്ലേ ഞാൻ പറഞ്ഞേ, അത് പത്തി വിടർത്തും മുമ്പേ എനിക്കറിയാം മൂർഖനാണെന്ന്. മീനു തട്ടിയതുകൊണ്ടാണ് അങ്ങനെ തന്നെ നിൽക്കുന്നത്. ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഇപ്പം. ഇത്രയും നേരം ഞാൻ ഇവരെ ഇട്ട് കളിപ്പിച്ചു. ഇവിടെ എല്ലാം പോയെന്നറിയാം. ഇനി ഒന്നും ചെയ്യണ്ട. പേടിയാണ് മിയു, കടിക്കും മിയു. ഇങ്ങ് വായത് ഇല്ല, അതിനെ കടിക്കൂല. അതോ പോവേണ്, വാലത്തട്ടാനാണ് പോണത്. പക്ഷെ കാണുന്നില്ല, അതാണ് ഇതിൽ മെയിനായിട്ടുള്ളത് ചേട്ടാ. നീ അതിനെ കാണുന്നില്ല. മറ്റേ റീലൊക്കെ കാണണക്ക്.